ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ. പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ രീതിയിലാണ്: ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ബ്ലോക്ക്. ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് എഴുതാനാണ് എക്സാമിന് ചോദിക്കുന്നത്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഇതിനെക്കുറിച്ചൊരു കൺസെപ്റ്റ് ക്ലിയർ ആവുകയും അതോടെ ഇവിടെ നിന്നുള്ള മാർക്ക് നന്നായി സ്കോർ ചെയ്യാനും സാധിക്കും. ക്ലാസ്സിലോട്ട് കടക്കുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു സീ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ. ദ ഔട്ട്ലൈൻസ് ആർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC പവർ സപ്ലൈ, then block diagram, functions of each block and applications of DC power supply. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ബ്ലോക്ക് ഇൻ DC പവർ സപ്ലൈ ആണ്. ഈ ഭാഗമാണ് ഏറ്റവും കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പവർ സപ്ലൈ. എന്തിനാണ് ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായ സഫിഷ്യന്റ് വോൾട്ടേജ് കൊടുക്കാനാണ് ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 12 വോൾട്ടേജ് DC ഒരു സർക്യൂട്ടിലോട്ട് കൊടുക്കണം. അപ്പോൾ ഒരു AC-നെ 12 വോൾട്ടേജ് DC ആക്കി കൺവേർട്ട് ചെയ്യണം. ആ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സോ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് പവർ സപ്ലൈ ടു കൺവേർട്ട് AC into stable DC output voltage. So, ഒരു 230 വോൾട്ടേജ് AC-യെ ഒരു 5 വോൾട്ടേജ് DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നടക്കുന്നത്. അതെങ്ങനെയാണ് 230 വോൾട്ടേജിനെ 5 വോൾട്ടേജ് DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന എന്ന പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പവർ സപ്ലൈയുടെ പ്രാക്ടിക്കൽ ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. DC റെഗുലേറ്റഡ് പവർ സപ്ലൈ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 30 വോൾട്ടേജ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 0 to 30 വോൾട്ടേജ് വരെ വേരി ചെയ്യാൻ പറ്റിയ ഒരു പവർ സപ്ലൈ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 5 വോൾട്ടേജ് ആണ് നമ്മൾക്ക് വേണ്ടതെങ്കിൽ ഇതിലെ ഫൈൻ നമുക്ക് ചേഞ്ച് ചെയ്താൽ, ഫൈൻ തിരിച്ചുകൊണ്ട് ഒരു 5 വോൾട്ടേജ് DC നമുക്ക് സെറ്റ് ചെയ്യുകയും അത് സർക്യൂട്ടിലേക്ക് കൊടുക്കുകയും ചെയ്യാം. സോ ഇതിന്റെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC പവർ സപ്ലൈ ഈസ് ടു കൺവേർട്ട് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഫ്രം എ വാൾ ഔട്ട്ലെറ്റ് ടു ഡയറക്റ്റ് കറന്റ് ഫോർ പവറിംഗ് എ ഡിവൈസ് ഓർ ലോഡ്. ഒരു ഡിവൈസ് വർക്ക് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ്, DC വോൾട്ടേജ്, അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? AC-നെ കൺവേർട്ട് ചെയ്ത് DC ആക്കിയാണ് ഒരു ഡിവൈസിലോട്ട് കൊടുക്കുന്നത്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സ്റ്റേബിൾ DC വോൾട്ടേജ് ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ് വേരിയേഷൻസ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സ്റ്റേബിൾ DC വോൾട്ടേജ് ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ് വേരിയേഷൻ. സോ ഇതാണ് ഒരു പവർ സപ്ലൈയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ. ഒരു DC പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ദ മെയിൻ ബ്ലോക്സ് ആർ ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽട്ടർ ആൻഡ് വോൾട്ടേജ് റെഗുലേറ്റർ. ഐ റിപ്പീറ്റ്: ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽട്ടർ ആൻഡ് വോൾട്ടേജ് റെഗുലേറ്റർ. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടായി നമ്മൾ കൊടുക്കുന്നത് 230 വോൾട്ടേജ് 50 ഹെർട്സ് AC സിഗ്നൽ ആണ്. 230 വോൾട്ട് 50 ഹെർട്സ് AC ഇൻപുട്ടാണ് ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടായി കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് 5 വോൾട്ടേജ് DC ആണ് ഔട്ട്പുട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു 230 വോൾട്ടേജ് AC-യെ 5 വോൾട്ടേജ് DC ആക്കി മാറ്റുന്നത് എന്നുള്ള പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സോ ഇൻപുട്ട് വേവ് ഫോം
ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിന്റെ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് 230 വോൾട്ടേജ് ആണ്. ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താ ചെയ്യുക? ഈ 230 വോൾട്ടേജിനെ ലോ വോൾട്ടേജ് AC സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഇത് 230 വോൾട്ടേജ് ആകുമ്പോൾ ആ വോൾട്ടേജ് ലെവലിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ ഇറ്റ് റെഡ്യൂസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇൻ ടു ലോ ഔട്ട്പുട്ട് വോൾട്ടേജ്. കൂടാതെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് AC ആണ്. അതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നതും AC തന്നെയായിരിക്കും, പക്ഷേ ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് എലമെന്റ് ഈസ് റെക്ടിഫയർ. റെക്ടിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു AC സിഗ്നലിനെ DC ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. റെക്ടിഫയർ ആയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഡയോഡാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. നമുക്ക് 3 തരത്തിലുള്ള റെക്ടിഫയർ ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. അതിലെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് പവർ സപ്ലൈസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? AC-നെ DC ആക്കി മാറ്റാൻ വേണ്ടിയാണ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ഇതായിരിക്കും. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് ഇതിന് നെഗറ്റീവ് പോർഷൻസ് എല്ലാം പോയിട്ടുള്ള പോസിറ്റീവ് പോർഷൻസ് മാത്രമായിരിക്കും റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ ഈ DC-യുടെ കൂടെ കുറച്ച് AC കമ്പോണന്റ് കൂടി ഉണ്ടാവും. നമുക്ക് വേണ്ടത് എന്താണ്? DC ആണ് വേണ്ടത്. പക്ഷെ അൺവാണ്ടഡ് ആയിട്ട് ഒരു AC കമ്പോണന്റ് കൂടി ഉണ്ടാവും. ദിസ് അൺവാണ്ടഡ് AC കമ്പോണന്റ് ആർ കോൾഡ് റിപ്പിൾസ്. ഐ റിപ്പീറ്റ്, the amount of AC present at the output of rectifier is known as ripples. നമുക്ക് എന്ത് ചെയ്യണം? ഈ റിപ്പിൾസിനെ എലിമിനേറ്റ് ചെയ്യണം. ആ റിപ്പിൾസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏതിന്റെ ഫംഗ്ഷൻ? ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ. ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റർ ആവാം, അല്ലെങ്കിൽ ഇൻഡക്ടർ ആവാം. കോമൺ കേസിൽ കപ്പാസിറ്റർ ആണ് ഒരു റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. The main function of filter to eliminate the ripple present at the output of rectifier. ഒരു കപ്പാസിറ്റർ വെക്കുകയാണെങ്കിൽ റിപ്പിൾസ് കുറച്ച് കുറയും. ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് അക്രോസ് ഉള്ള റിപ്പിൾസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഫിൽറ്ററിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതിലോട്ട് വരുന്ന ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫിൽറ്റേർഡ് DC സപ്ലൈ ആണ്. ഈ രീതിയിലായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ടാവുന്നത്. അതായത് ഇങ്ങനെയുള്ളതിനെ ഈ രീതിയിലോട്ട് മാറ്റി ബൈ യൂസിങ് കപ്പാസിറ്റർ ഫിൽറ്റർ. ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്ര ഇൻപുട്ട് വോൾട്ടേജ് വന്നാലും അതൊരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആക്കി നിലനിർത്തണം. ഫോർ എക്സാമ്പിൾ, ഒരു 7805 എന്ന് പറയുന്ന വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടേജ് ആയിരിക്കും. അതായത് ഇൻപുട്ടില് എത്ര വോൾട്ടേജ് വന്നാലും 10ഓ 30ഓ എത്ര വോൾട്ടേജ് വന്നാലും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ടേജ് ആയിരിക്കും. അതിനു വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത് IC ആവാം, അല്ലെങ്കിൽ സെനർ ഡയോഡ് ആവാം. അതായത് 5.6 വോൾട്ടേജിന്റെ സെനർ ഡയോഡും വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. സോ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത് റെഗുലേറ്റഡ് DC വോൾട്ടേജ് ആയിരിക്കും. റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇതാണ് ജനറൽ വർക്കിംഗ് ഓഫ് DC പവർ സപ്ലൈ. ഇങ്ങനെയാണ് ഒരു 230 വോൾട്ടേജിനെ 5 വോൾട്ടേജ് DC ആക്കി മാറ്റുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ഫസ്റ്റ് വൺ ട്രാൻസ്ഫോമർ. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. എന്താണ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ? ഇറ്റ് സ്റ്റെപ്സ് ഡൗൺ ദ ഹൈ വോൾട്ടേജ് എ സി ഇൻടു ലോവർ വോൾട്ടേജ് എ സി. ഹൈ വോൾട്ടേജ് എ സിയെ ലോ വോൾട്ടേജ് എ സി ആക്കി മാറ്റുകയാണ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ. അവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഡി സി പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഓൺലി ചേഞ്ചസ് ദ വോൾട്ടേജ് ലെവൽ. ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് കൺവേർട്ട് എ സി ഇൻടു ഡി സി. എ സിനെ ഡി സി ആക്കി മാറ്റുന്നത് ഏതാണ്? റെക്ടിഫയർ ആണ്. ദ ഔട്ട്പുട്ട് വേവ് ഫോം, എ സി വേവ് ഫോം റിമൈൻസ് സൈൻസോയിഡൽ ബട്ട് അറ്റ് റെഡ്യൂസ്ഡ് ആംപ്ലിറ്റ്യൂഡ്. ഇതിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത് എ സി സൈൻ വേവ് തന്നെയാണ്, ഔട്ട്പുട്ടിൽ കിട്ടുന്നതും എ സി സൈൻ വേവ് ആണ്. പക്ഷേ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, ട്രാൻസ്ഫോമർ എന്തിനാ യൂസ് ചെയ്യുന്നത്? കൊടുക്കുന്ന ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് റെക്ടിഫയർ. എന്തിനാണ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്? റെക്ടിഫയർ എന്തിനാ യൂസ് ചെയ്യുന്നത്? എ സിനെ ഡി സി ആക്കി മാറ്റാൻ വേണ്ടിയാണ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺവേർട്ട് എ സി വോൾട്ടേജ് ഇൻടു പൾസേറ്റിംഗ് ഡി സി. പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത് ദ ഡി സി കൺസിസ്റ്റ് ഓഫ് റിപ്പിൾസ്. ആ റിപ്പിൾസും കൂടി പ്രസന്റ് ആയിട്ടുള്ള ഡി സി ആണ് പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത്. ഇറ്റ് റിമൂവ്സ് നെഗറ്റീവ് പാർട്ട് ഓഫ് വേവ് ഫോം ബൈ യൂസിങ് ഡയോഡ്. എക്സാമ്പിൾ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഒരു എ സിയെ ഡി സി ആക്കി മാറ്റി. ഈ സൈൻ വേവിന്റെ നെഗറ്റീവ് പാർട്ടെല്ലാം കളഞ്ഞു. അതിന്റെ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഓരോന്നിന്റെയും ഇൻപുട്ടും ഔട്ട്പുട്ടും നിങ്ങൾ അതുപോലെ വരയ്ക്കണം, അത് ആവശ്യമുള്ളതാണ്. Then the output consists of unidirectional pulsating DC with ripples. ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു റിപ്പിൾസും പ്രസന്റ് ആണ്, കൂടാതെ ഡി സിയും ഉണ്ട്. നമുക്ക് ഈ റിപ്പിൾസിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിനു വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫിൽട്ടർ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഫിൽട്ടർ. മൂന്നാമത്തെ ബ്ലോക്കാണ് ഫിൽട്ടർ. ഫിൽട്ടറിന്റെ യൂസ് എന്താണ്? ഒറ്റ യൂസേ ഉള്ളൂ. എന്താണ്? ടു എലിമിനേറ്റ് ദ റിപ്പിൾസ് present at the output of rectifier. To eliminate the ripples present at the output of rectifier. It smoothens the pulsating DC by removing ripples. ഈ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. റിപ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് കമ്പോണൻസ് ലൈക്ക് കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ ടു പ്രൊഡ്യൂസ് നിയർലി എ കോൺസ്റ്റന്റ് ഡി സി വോൾട്ടേജ്. കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ആണ് ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുക. നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഓർ ഇൻഡക്ടേഴ്സ് പാരലി കണക്ട് ചെയ്യുന്നതനുസരിച്ച് ആ റിപ്പിൾസ് എന്ന് പറയുന്നത് കുറഞ്ഞ് കുറഞ്ഞ് വരും. സോ ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി സി വിത്ത് റെഡ്യൂസ്ഡ് റിപ്പിൾ. ദാറ്റ് ഈസ് ഒരു ഫ്ലാറ്റർ ഔട്ട്പുട്ട് ആയിരിക്കും ഒരു ഫിൽട്ടറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഫിൽട്ടറിന്റെ ഇൻപുട്ട് ഇതായിരുന്നു, ഔട്ട്പുട്ട് വരുന്നത് ഇതാണ്. ഇനിയും കുറെ കപ്പാസിറ്റേഴ്സ് പാരലി കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ ഒരു വേവ് ഫോം ആയിരിക്കും ഫിൽട്ടറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഫിൽട്ടറിന്റെ ഔട്ട്പുട്ടാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്, ലാസ്റ്റ് ബ്ലോക്കായ വോൾട്ടേജ് റെഗുലേറ്ററിലോട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് ബ്ലോക്ക് ഈസ് വോൾട്ടേജ് റെഗുലേറ്റർ. വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഉദ്ദേശം എന്താണ്? സ്റ്റേബിൾ
DC ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിസ്പൈറ്റ് ഓഫ് ലോഡ് ഓർ ഇൻപുട്ട് വേരിയേഷൻസ്. ഇൻപുട്ടോ ലോഡോ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യില്ല. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള DC ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഫൈനൽ ബ്ലോക്ക് ടു പ്രൊഡ്യൂസ് ക്ലീൻ ആൻഡ് സ്റ്റേബിൾ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഇറ്റ് യൂസസ് ഡിവൈസസ് ലൈക്ക് സെനർ ഡയോഡ് ഓർ IC റെഗുലേറ്റർ. ഒരു സെനറോ അല്ലെങ്കിൽ IC വോൾട്ടേജ് റെഗുലേറ്റേഴ്സോ ആണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. സെനർ എന്ന് പറയുമ്പോൾ ഒരു 5.6 വോൾട്ടേജിന്റെ സെനർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ടേജ് ആയിരിക്കും. IC എന്ന് പറയുന്നത് ഒരു 7805 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് +5 വോൾട്ടേജ് ആയിരിക്കും. അതേസമയം 7905 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് -5 വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ എത്ര ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താലും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വിൽ ബി സ്റ്റഡി റിപ്പിൾ ഫ്രീ DC വോൾട്ടേജ് ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു റെക്ടിഫയർ, ഒരു ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് റെഗുലേറ്ററിലോട്ട് കൊടുക്കുന്നത്. അതിന്റെ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു 5 വോൾട്ടേജ് DC ആയിരിക്കും റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഈ രീതിയിലാണ് ഒരു 230 വോൾട്ടേജ് 50 ഹെർട്സ് AC സിഗ്നലിനെ 5 വോൾട്ടേജ് DC ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു DC പവർ സപ്ലൈയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു 230 വോൾട്ടേജിനെ 5 വോൾട്ടേജ് DC ആക്കി മാറ്റുന്നത്? ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അപ്ലിക്കേഷൻസ് ഓഫ് DC പവർ സപ്ലൈ. അപ്ലിക്കേഷൻസ് ചോദിച്ചില്ലെങ്കിലും എക്സാമിന് അതെല്ലാം എഴുതി വെക്കണം. എവിടേക്കാണ് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ എല്ലാ എക്യുപ്മെന്റ്സിലും സർക്യൂട്ടിലും പവർ സപ്ലൈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, ബാറ്ററി ചാർജിംഗ്, LED ലൈറ്റിംഗ് സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം, മെഡിക്കൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെരിഫറൽസ്, ഇലക്ട്രിക് വെഹിക്കിൾ, സോളാർ പവർ സിസ്റ്റം. ഇത്തരം മേജർ ഏരിയാസിലാണ് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഇത്ര നേരം നോക്കിയത് എന്തായിരുന്നു? ഫസ്റ്റ് വൺ നോക്കിയത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC പവർ സപ്ലൈ ആണ്. എന്തിനാണ് ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഡിവൈസ് വർക്ക് ചെയ്യാൻ ആവശ്യമായ സഫിഷ്യന്റ് വോൾട്ടേജ് കൊടുക്കുകയാണ് ഒരു DC പവർ സപ്ലൈ ചെയ്യുന്നത്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഒരു DC പവർ സപ്ലൈയിൽ സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ ആയിരുന്നു. ഏതൊക്കെയായിരുന്നു മെയിൻ ബ്ലോക്സ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്, രണ്ടാമത്തേത് റെക്ടിഫയർ ആണ്, മൂന്നാമത്തേത് ഫിൽട്ടർ ആണ്, നാലാമത്തേത് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ്. നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ആ ബ്ലോക്ക് ഡയഗ്രാം ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസും ശ്രദ്ധിച്ച് വരയ്ക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസും നമ്മൾ മനസ്സിലായി. ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടാതെ അപ്ലിക്കേഷൻസും നമ്മൾ പറഞ്ഞു. സോ ഇത്രയുമാണ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈയിൽ ഉള്ളത്. അടുത്തൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.